ശക്തിവേലിനെ ഒളിവിൽ കഴിയാൻ കൃഷ്ണദാസ് സഹായിച്ചുവെന്ന് ഇന്നലെ അറസ്റ്റിലായ ശക്തിവേലിന്റെ മൊഴി. ചോദ്യം ചെയ്യലിനിടെയാണ് ശക്തിവേൽ ഇക്കാര്യം പറഞ്ഞത്. ഒളിവിൽ കഴിയുമ്പോൾ ഒരു തവണ കൃഷ്ണദാസിനെ കണ്ടിരുന്നു. കൃഷ്ണദാസ് ആണ് നിയമസഹായം ലഭ്യമാക്കിയത് എന്നും ശക്തിവേലിന്റെ മൊഴി. നാലാം പ്രതി പ്രവീണിനെ തേടി പോലീസ് സംഘം നാസിക്കിലേക്ക് പോകും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, ഈ പ്രവീണിന്റെ കാര്യത്തിൽ എന്ത് സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്? വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റിലാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൂചനയുണ്ടോ? മറ്റൊന്ന്, ഈ ശക്തിവേലിനെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ നൽകുന്നുണ്ടല്ലോ പോലീസ്. അരുൺ, ഇന്നലെ രാത്രിയോടുകൂടി, രാത്രി 1 മണിയോടുകൂടി ആണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ശക്തിവേലിനെ ഹാജരാക്കിയിരുന്നത്. വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് അവധിയിലായിരുന്നതിനാൽ തൃശൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് ശക്തിവേലിനെ ഹാജരാക്കിയിരുന്നത്. 14 ദിവസത്തേക്ക് ശക്തിവേലിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ശക്തിവേലിനെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ട ഒരു അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ശക്തിവേലാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ, ഏറ്റവും ഈ കേസിന്റെ സൂത്രധാരൻ അല്ലെങ്കിൽ എന്ന് തന്നെ കുറ്റകൃത്യം നടത്തിയത് എന്ന് തന്നെ വ്യക്തമായിരുന്നു. കാരണം പ്രവീണും ശക്തിവേലും ചേർന്നാണ് ജിഷ്ണുവിനെ ബോർഡ് റൂമിൽ എത്തിച്ച് ശാരീരികവും മാനസികവുമായി ഭീഷണിപ്പെടുത്തിയത് എന്ന് വളരെ വ്യക്തമായി തന്നെ പോലീസിന്റെ റിപ്പോർട്ടിൽ, കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തരത്തിലാണ് ഇവിടെ, എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ നടന്നിരുന്നതെന്നും ജിഷ്ണുവിന്റെ ആത്മഹത്യക്ക് മുമ്പ് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ കോപ്പിയടി നടന്നു വന്ന ഒരു ആരോപണത്തിൽ ശക്തിവേൽ ഉറച്ചു നിന്നിരുന്നു. ഒരു ഇക്വേഷൻ മാത്രം ജിഷ്ണു കോപ്പിയടിച്ചിരുന്നുവെന്നും ഇത് തനിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തത് പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്റർ ചുമതല വഹിച്ചിരുന്ന CP പ്രവീണാണ് തന്നെ ഇക്കാര്യം അറിയിച്ചത്. പ്രവീൺ പറഞ്ഞിട്ടുള്ള അറിവാണ് ഇതിനെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നത്. അതേസമയം ഒരു ഉത്തരം കോപ്പിയടിച്ചപ്പോൾ ഉത്തരക്കടലാസം മുഴുവൻ വെട്ടിക്കളയാൻ നിർദ്ദേശിച്ചത് അതിനെപ്പറ്റി തനിക്ക് അറിയില്ല, അത് പ്രവീൺ ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക എന്നും അക്കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല എന്നും ശക്തിവേൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം കോപ്പിയടി നടന്നു എന്നതിന്റെ പേരിൽ ശകാരിക്കുക മാത്രമാണ് ചെയ്തത്, ഡീവാർ ചെയ്യുമെന്ന് പറഞ്ഞ് ശകാരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ പറയുന്ന തരത്തിൽ കുറ്റകൃത്യത്തിൽ എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്ന തരത്തിൽ ഒരു ഭീഷണിയോ മാനസിക പീഡനമോ അല്ലെങ്കിൽ ശാരീരിക പീഡനമോ നടന്നിട്ടില്ല എന്നും ശക്തിവേൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഒളിവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്കെതിരെ കേസെടുത്ത് 56 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ശക്തിവേലിനെ പിടികൂടിയത്. ഈ കാലയളവിൽ ഒളിവിൽ കഴിയാൻ തന്നെ സഹായിച്ചത് കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് ആണ്. ഒളിവിൽ കഴിയുന്ന സമയത്ത് ഒരു തവണ കൃഷ്ണദാസിനെ നേരിൽ കണ്ടിരുന്നുവെന്നും കേസ് സംബന്ധിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൃഷ്ണദാസുമായി കൂടിയാലോചന നടത്തിയെന്നും ശക്തിവേൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇന്ന് വ്യക്തമാക്കിയെന്ന പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ശക്തിവേലിന് ലഭിക്കേണ്ട നിയമസഹായങ്ങൾ, അത് സംബന്ധിച്ച കാര്യങ്ങളും സംബന്ധിച്ച ഉപദേശങ്ങളും കൃഷ്ണദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ കൃഷ്ണദാസ് നൽകിയ നിയമ ഉപദേശത്തിന്റെ ഭാഗമായാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. മുൻപ് ഇതേ കേസിൽ കോളേജ് ചെയർമാൻ P കൃഷ്ണദാസും രണ്ടാം പ്രതിയായ സഞ്ജിത്ത് വിശ്വനാഥനും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും അവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിനായി ഇവരെ വിളിച്ചു വരുത്തിയപ്പോൾ മുൻകൂർ ജാമ്യം ഉണ്ട് എന്നതിന്റെ പേരിൽ വിട്ടയക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ CP പ്രവീണും അതോടൊപ്പം NK ശക്തിവേലും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെ അതിനു മുമ്പാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഇവർ ശക്തിവേലിന്റെ പ്രതിഭാഗം അഭിഭാഷകർ ഇന്നലെ ജാമ്യ ഹർജി കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷ അതിൽ CP പ്രവീണിന്റെയും ശക്തിവേലിന്റെയും വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.